ബ്രഷ്, ഞാൻ പല്ല് തേക്കാൻ പോവാണ്. നോ, ഐ ആം ഗോയിങ് ടു ബ്രഷ്, ഞാൻ പല്ല് തേക്കാൻ വേണ്ടി പോകുവാണ്. ഇനി അടുത്തത് ഞാൻ ഇപ്പൊ പറയും, അമ്മമാര് പറയും അവിടെ കാപ്പി ആക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചു. ഈ കാപ്പി ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താ? ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? കാപ്പി ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പൊതുവേ നമ്മുടെ വീടുകളിൽ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെന്നല്ല പറയുക. കാപ്പി ആക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോ എന്ന് പറയും. അപ്പൊ അതെങ്ങനെ പറയും? കാപ്പി ആക്കി വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അതെങ്ങനെ പറയും? ബ്രേക്ക്ഫാസ്റ്റ് ഹാസ് ബീൻ റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഹാസ് ബീൻ റെഡി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഹാസ് ബീൻ റെഡി. ഇനി എടുത്ത് കഴിച്ചോ എങ്ങനെ പറയും? ടേക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്. എടുക്കുക, കഴിക്കുക. ടേക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്. ഇത് നമുക്ക് എപ്പോഴും പറയാം. എന്തെന്ന് പറയണം? ബ്രേക്ക്ഫാസ്റ്റ് ഹാസ് ബീൻ റെഡി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഹാസ് ബീൻ റെഡി. ടേക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്. അത് എടുത്ത് കഴിച്ചോളൂ, അതെടുത്ത് കഴിക്കുക എന്ന് പറയാം. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? അപ്പോൾ മക്കൾ ചോദിക്കും, പുട്ട് കൊടുക്കുകയാണെങ്കിൽ മക്കൾ ചോദിക്കും, എന്നും ഈ പുട്ടാണോ അമ്മേ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമല്ലേ? എന്നും ഈ പുട്ടാണോ എന്നെങ്ങനെ ചോദിക്കും? പുട്ട് പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നും. എനിക്ക് നല്ല ഇഷ്ട സാധനമാണ് കേട്ടോ പുട്ട്. പക്ഷേ എൻ്റെ മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സാധനവുമാണ് പുട്ട്. പുട്ടാക്കുമ്പോഴൊക്കെ മക്കൾ എന്നോട് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നും ഈ പുട്ടാണോ? അപ്പോൾ അതെങ്ങനെയാ ചോദിക്കുന്നേ? എന്നും ഈ പുട്ട് ആണോ? ആണോ? ഈസ് ഇറ്റ് ഓൾവേസ് ദിസ് ഫുഡ്? ഈസ് ഇറ്റ് ഓൾവേസ് ദിസ് ഫുഡ്? ഈസ് ഇറ്റ് ആണോ? ഈസ് ഇറ്റ് ആണോ? ഓൾവേസ് ദിസ് ഫുഡ്? ഓൾവേസ് എപ്പോഴും ഈ പുട്ടാണോ? ഈസ് ഇറ്റ് ഓൾവേസ് ദിസ് ഫുഡ്? ഈസ് ഇറ്റ് ഓൾവേസ് ദിസ് ഫുഡ്? എല്ലാ ദിവസവും എപ്പോഴും ഈ പുട്ടാണോ? മക്കളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതല്ലേ. ഇനി നമ്മൾ ചോദിക്കുന്നതാണ്, അപ്പോ നമ്മൾ അമ്മമാരെന്ത് പറയും? നീ വേണമെങ്കിൽ കഴിക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? കഴിക്ക്, ഈറ്റ് ഇഫ് യു വാണ്ട്. ഈറ്റ് ഇഫ് യു വാണ്ട്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്ക്, ഈറ്റ് ഇഫ് യു വാണ്ട് എന്ന് പറയും. ഇനി പിന്നെ നമ്മൾ ചോദിക്കും, കുട്ടികളാണെങ്കിൽ ചോദിക്കും, അല്ലെ നമ്മളോട് ഹസ്ബൻഡ് ആണെങ്കിൽ ചോദിക്കും, വെർ ഇസ് മൈ ഷർട്ട്? എൻ്റെ ഷർട്ട് എവിടെയാണ്? വെർ ഇസ് മൈ ഷർട്ട്? ഷർട്ട് എവിടെയാണ്? അപ്പൊ നമ്മൾ എന്താ പറയും? അലമാരയിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയും അല്ലേ? നമ്മൾ എന്ത് പറയും? അലമാരയിലുണ്ട്, അല്ലെങ്കിൽ അലമാരയിൽ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ പറയും? എങ്ങനെ പറയും? ഞാൻ അലമാരയിൽ ഇട്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഇട്ടിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട് എങ്ങനെ പറയും? ഞാൻ എങ്ങനെ പറയും? ഐ ഹാവ്. ഉണ്ട് എന്ന് നമുക്ക് പറയണമല്ലോ, ഉണ്ട് എന്ന് നമുക്ക് പറയണമല്ലേ? അപ്പൊ ഞാൻ ഐ ഹാവ്, ഉണ്ട്, എന്ത്? ഇടുക, പൂട്ട്. എവിടെ ഇട്ടിട്ടുണ്ട്? ഇറ്റ് ഇൻ ദ കബോർഡ്. ഇൻ ദ കബോർഡ്, കബോർഡിനകത്ത്. അപ്പൊ എങ്ങനെ പറയണം? ഐ ഹാവ് പുട്ട് ഇറ്റ് in the cupboard. I have put it in the cupboard. I have put it in the cupboard. കബോർഡിന്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. I have put it in the cupboard. പെട്ടിക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവെ പിന്നെ നമ്മൾ ഉടനെ ചോദിക്കും, കിട്ടിയോ? കിട്ടിയോ എന്നെങ്ങനെ ചോദിക്കും? Got it? കിട്ടിയോ? Got it? കിട്ടിയോ? നീ ഇന്ന് കല്യാണത്തിന് പോകാമോ എന്ന് ചോദിക്കും അല്ലെ? ഇന്ന് നീ കല്യാണത്തിന് പോകുമോ? അപ്പൊ എങ്ങനെ ചോദിക്കണം? ഇന്ന് നീ പോകുമോ? ഇന്നത്തെ കാര്യമാണ് ചോദിക്കേണ്ടത്. അപ്പോ ഈസാമാറ് വേണം. അപ്പൊ എങ്ങനെ ചോദിക്കണം? ഇന്ന് നീ പോകുമോ? ആർ യു ഗോയിങ് ടു എ വെഡിങ് ടുഡേ? ഇന്ന് നീ പോകുവാണോ? ആർ യു ഗോയിങ് ടു എ വെഡിങ് ടുഡേ? ഇന്ന് നീ കല്യാണത്തിന് പോകുവാണോ എന്ന് ചോദിക്കും. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ പറയും, കല്യാണത്തിന് പോകാൻ എനിക്ക് ആരും കൂട്ടില്ല. എങ്ങനെ പറയും? കല്യാണത്തിന് പോകാൻ എനിക്ക് ആരും കൂട്ടില്ല അതെങ്ങനെ പറയും? ആരുമില്ല, നോ വൺ. ആരുമില്ല, എന്തില്ല? പോകാൻ എനിക്ക് ആരും കൂട്ടില്ല, നമ്മൾ പോയിട്ടില്ല. നോ വൺ വിൽ അക്കമ്പനി മീ. എന്നെ കൂട്ടാൻ ആരുമില്ല. നോ വൺ വിൽ അക്കമ്പനി മീ ടു ദ വെഡിങ്. നോ വൺ വിൽ അക്കമ്പനി. നോ വൺ വിൽ അക്കമ്പനി മീ ടു ദ വെഡിങ്. വെഡിങ്ങിന് പോകാൻ എനിക്ക് ആരും കൂട്ടില്ല. എങ്ങനെ പറയും? നോ വൺ വിൽ അക്കമ്പനി മീ ടു ദ വെഡിങ്. വെഡിങ്ങിന് പോകാൻ കൂട്ടെനിക്ക് ആരുമില്ല. അക്കമ്പനി, കൂട്ട്. നോ വൺ, ആരുമില്ല. ഇനി ചോദിക്കും, ഇന്ന് എന്താണ് ചോറിന് എന്താണെന്ന്? ഇന്ന് ചോറിന് എന്താണെന്ന് ചോദിക്കുന്നത് എന്താ? ചോറിന് എന്താണ് കറി എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും ചോറിന് എന്താ കറി എന്ന് ചോദിക്കും. പിന്നെ ചോറിന് എന്താണ് ചോദിക്കും. ചോറിന് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്? ചോറിന് എന്താണ് കറി എന്നാണ് ചോദിക്കുന്നത്. അതായത് ലഞ്ചിന് എന്താണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം? വാട്ട് ഈസ് ദ
കറി ഫോർ ലഞ്ച്. വാട്ട് ഈസ് ദ കറി ഫോർ ലഞ്ച്? ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്തെന്ന്? വാട്ട് ഈസ് ദ കറി ഫോർ ലഞ്ച്? ലഞ്ചിന് എന്താണ് കറി? ഇന്ന് ചോറിന് എന്താണ്? അപ്പൊ നമ്മൾ പറയും നത്തിങ് സ്പെഷ്യൽ ടുഡേ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. നത്തിങ് സ്പെഷ്യൽ ടുഡേ. ഇന്ന് ഒന്നുമില്ല. അപ്പൊ ചോദിക്കും ഇന്ന് അവരൊക്കെ വരുമ്പോൾ ഞാൻ എന്താ കറി വെക്കുന്നത്? ഇന്ന് ആരെങ്കിലും ഒക്കെ വിരുന്നുകാർ വരാൻ പറയുമ്പോൾ അമ്മമാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, അവരൊക്കെ വരുമ്പോൾ എന്താ ഞാൻ കറി വെക്കുന്നത്? ഒരു വലിയ ടെൻഷനാണ് അല്ലെ? അത് നമ്മൾ എന്ത് പറയും? എന്താ ഞാൻ കറി വെക്കുന്നത്? എന്ത്? വാട്ട്. എന്ത്? വാട്ട്. എന്ത് ഞാൻ കറി വെക്കണം? ഇന്ന് അവരൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് കറി വെക്കണം? എന്ത് ഞാൻ കറി വെക്കും എന്ന് എങ്ങനെ ചോദിക്കണം? വാട്ട് ഷുഡ് ഐ കുക്ക്? ഞാൻ എന്ത് കറി വെക്കണം? വാട്ട് ഷുഡ് ഐ കുക്ക് വെൻ ദേ ഓൾ കം ടുഡേ? വെൻ ദേ ഓൾ കം ടുഡേ. വാട്ട് ഷുഡ് ഐ കുക്ക്? ഞാൻ എന്ത് കറി വെക്കണം? വാട്ട് ഷുഡ് ഐ കുക്ക് വെൻ ദേ ഓൾ കം ടുഡേ? ഇന്ന് അവര് വരുമ്പോൾ. വെൻ ദേ ഓൾ എല്ലാവരും വരുമ്പോൾ. കം ടുഡേ എല്ലാവരും വരുമ്പോൾ. എങ്ങനെ പറയണം? വാട്ട് ഷുഡ് ഐ കുക്ക്? വാട്ട് ഷുഡ് ഐ കുക്ക്? എന്ത് കുക്ക് ചെയ്യണം? വെൻ എന്താണ്? ദേ ഓൾ എല്ലാവരും വരുമ്പോൾ. കം വരുമ്പോൾ. ഇനി പിന്നെ ചോദിക്കും, നീ കാറിന്റെ താക്കോല് കണ്ടോ? കാറിന്റെ താക്കോല് നീ കണ്ടോ? എങ്ങനെ ചോദിക്കുന്നത്? ഡിഡ് യു സീ ദ കാർ കീ? ഡിഡ് യു സീ ദ കാർ കീ? സീ ദ കാർ കീ. കാറിന്റെ താക്കോല് നീ കണ്ടോ? ഞാൻ ഇന്നലെ വന്ന വഴി ആ റൂമിലോട്ടാണ് കയറിയത്. വന്ന വഴി ആ റൂമിലോട്ടാണ് പോയത്. അതിൻ്റെ അകത്ത് അവിടെ എവിടെയോ ആണെന്നല്ലേ നമ്മൾ പറയുക. വന്ന വഴി ഞാൻ ആ റൂമിലോട്ടാണ് പോയത്. എങ്ങനെ പറയും? വന്ന വഴി. വന്നു കഴിഞ്ഞു. ഐ വെന്റ് ടു ദാറ്റ് റൂം. ആ റൂമിലോട്ടാണ് ഞാൻ പോയത്. ഐ വെന്റ് ടു ദാറ്റ് റൂം. ആ വെന്റ് ടു ദാറ്റ് റൂം. ആ റൂമിലോട്ടാണ് ഞാൻ പോയത്. എങ്ങനെ? ദ വേ ഐ കേം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ വന്നപ്പോൾ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇതിനകത്ത് ഒരു എന്താ പറയാ, ഒരു പുറമോടി വെച്ചിട്ടുള്ള സംസാരമോ ഒന്നുമില്ല. സാധാരണക്കാരുടെ ഒരു വീട്ടിൽ സംസാരിക്കുന്നതാണ്. ഇതൊക്കെയല്ലേ എന്താണ്? ചോറിന് കറി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കാറിന്റെ കീ എവിടെ? ഇന്ന് നീ കല്യാണത്തിന് പോകുവാണോ? ഇതൊക്കെ എന്താണ്? നമ്മുടെ സാധാരണമായിട്ടുള്ള ഒരു വീട്ടിൽ നടക്കുന്ന സംസാരം മാത്രമാണിത്. ഇതിൽ നമ്മൾ ഒന്നും കൂട്ടിച്ചേർക്കുവോ അല്ലെങ്കിൽ നമ്മളൊരു ആഷ്കൂഷാക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ സാധാരണക്കാരുടെ ഒരു സംസാരം മാത്രമാണ്. അപ്പൊ നിങ്ങൾക്കിത് ഒത്തിരി പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുന്ന കാര്യം തന്നെയാണ്. ഹസ്ബൻഡ് പുറത്തോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ കീ കാണില്ല, ഹസ്ബൻഡിന് നമ്മൾ ഷർട്ട് എടുത്തു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു.